ഗുരുവായൂർ തൊഴുതിറങ്ങിയപ്പോൾ കണ്ട മറ്റൊരു വലിയ സന്തോഷമാണ് കേട്ടോ ഈ പഴയിടം രുചി. പഴയിടം തിരുമേനിയുടെ യൂട്യൂബ് ചാനലൊക്കെ സ്ഥിരം ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഈ ഒരു കടയിൽ രാവിലെ ഞങ്ങൾ പൂരിയും മസാലയും കഴിച്ചിരുന്നു. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രത്യേക തരം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ് ഇവിടുത്തെ കറികൾക്കും എല്ലാത്തിനും. അപ്പോൾ തന്നെ ഞങ്ങൾ ഉറപ്പിച്ചു. ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് സദ്യയുണ്ട്, മിനി സദ്യ ഉണ്ട്. 162 രൂപയാണ് ഈ സദ്യക്ക്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പൈസയ്ക്ക് ഒട്ടും നഷ്ടമാവാത്ത രീതിയിൽ നമുക്ക് വയർ നിറയുന്ന രീതിയിലാണ് ഇവിടുത്തെ ആ ഒരു സദ്യ തരുന്നത് അവർ. വയറ് നിറയും മനസ്സ് നിറയും അത്രത്തോളം സ്നേഹത്തോടെയാണ് ഇവിടുത്തെ ഓരോ സ്റ്റാഫ് നമ്മളോട് ഇടപഴകുന്നതും നമുക്ക് ആ കറികളായാലും എല്ലാം നമുക്ക് എന്താ പറയുക, അത്രത്തോളം സ്നേഹത്തോടെ അവർ വിളമ്പി തരുന്നത്. അപ്പോൾ ഇതേ സദ്യ എന്ന് പറഞ്ഞാൽ മിനി സദ്യയാണിത്. ഇതിനകത്ത് എന്തൊക്കെ വിഭവങ്ങളാണെന്ന് നോക്കിയാലോ. തോരനുണ്ട്, ഒരു അവിയൽ, ഒരു കൂട്ടുകറി, പിന്നെ ഒരു പാവയ്ക്ക കൊണ്ടാട്ടം കൊണ്ടുള്ളൊരു പച്ചടി, പിന്നെ ഒരു മധുര പച്ചടി ഉണ്ട്, പിന്നെ 2 തരം അച്ചാർ, പപ്പടം, സാമ്പാർ, മോര്, പിന്നെ പുളിശ്ശേരി എന്ന് വേണ്ട ഒരുപാട് വിഭവങ്ങൾ ഇതിലുണ്ട് കേട്ടോ. ചിലതൊക്കെ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമുക്കൊരു പരിപ്പ് പായസം അവിടെ എന്നും വ്യത്യസ്തമാണെന്ന് അവിടെ പറഞ്ഞു കേട്ടോ. അവർ സ്റ്റാഫ് പറഞ്ഞതാണ്. പായസം എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കത്തില്ല, വ്യത്യസ്തമായിട്ട്. ചില ദിവസങ്ങളിൽ പാലടയാണെങ്കിൽ ചില ദിവസങ്ങളിൽ പരിപ്പ് പായസമായിരിക്കും. അങ്ങനെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പായസമാണ് ഓരോ ദിവസവും അവർ കൊടുക്കുന്നത്. അമ്പലത്തിൻ്റെ തെക്കേ നടയുടെ ആ ഒരു സൈഡിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. ഇനി ഗുരുവായൂർ പോകുന്നവരാരും ഈ ഒരു കട മിസ് ചെയ്യരുത് കേട്ടോ. അത്രത്തോളം ടേസ്റ്റിയാണ് ഇവിടുത്തെ. ഗുരുവായൂർ തൊഴുതിറങ്ങിയപ്പോൾ കണ്ട മറ്റൊരു വലിയ സന്തോഷമാണ് കേട്ടോ ഈ പഴയിടം രുചി. പഴയിടം തിരുമേനിയുടെ യൂട്യൂബ് ചാനലൊക്കെ സ്ഥിരം ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഈ ഒരു കടയിൽ രാവിലെ ഞങ്ങൾ പൂരിയും മസാലയും കഴിച്ചിരുന്നു. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രത്യേക തരം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ് ഇവിടുത്തെ കറികൾക്കും എല്ലാത്തിനും. അപ്പോൾ തന്നെ ഞങ്ങൾ ഉറപ്പിച്ചു. ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് സദ്യയുണ്ട്, മിനി സദ്യ ഉണ്ട്. 162 രൂപയാണ് ഈ സദ്യക്ക്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പൈസയ്ക്ക് ഒട്ടും നഷ്ടമാവാത്ത രീതിയിൽ നമുക്ക് വയർ നിറയുന്ന രീതിയിലാണ് ഇവിടുത്തെ ആ ഒരു സദ്യ തരുന്നത് അവർ. വയറ് നിറയും മനസ്സ് നിറയും അത്രത്തോളം സ്നേഹത്തോടെയാണ് ഇവിടുത്തെ ഓരോ സ്റ്റാഫ് നമ്മളോട് ഇടപഴകുന്നതും നമുക്ക് ആ കറികളായാലും എല്ലാം നമുക്ക് എന്താ പറയുക, അത്രത്തോളം സ്നേഹത്തോടെ അവർ വിളമ്പി തരുന്നത്. അപ്പോൾ ഇതേ സദ്യ എന്ന് പറഞ്ഞാൽ മിനി സദ്യയാണിത്. ഇതിനകത്ത് എന്തൊക്കെ വിഭവങ്ങളാണെന്ന് നോക്കിയാലോ. തോരനുണ്ട്, ഒരു അവിയൽ, ഒരു കൂട്ടുകറി, പിന്നെ ഒരു പാവയ്ക്ക കൊണ്ടാട്ടം കൊണ്ടുള്ളൊരു പച്ചടി, പിന്നെ ഒരു മധുര പച്ചടി ഉണ്ട്, പിന്നെ 2 തരം അച്ചാർ, പപ്പടം, സാമ്പാർ, മോര്, പിന്നെ പുളിശ്ശേരി എന്ന് വേണ്ട ഒരുപാട് വിഭവങ്ങൾ ഇതിലുണ്ട് കേട്ടോ. ചിലതൊക്കെ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമുക്കൊരു പരിപ്പ് പായസം അവിടെ എന്നും വ്യത്യസ്തമാണെന്ന് അവിടെ പറഞ്ഞു കേട്ടോ. അവർ സ്റ്റാഫ് പറഞ്ഞതാണ്. പായസം എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കത്തില്ല, വ്യത്യസ്തമായിട്ട്. ചില ദിവസങ്ങളിൽ പാലടയാണെങ്കിൽ ചില ദിവസങ്ങളിൽ പരിപ്പ് പായസമായിരിക്കും. അങ്ങനെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പായസമാണ് ഓരോ ദിവസവും അവർ കൊടുക്കുന്നത്. അമ്പലത്തിൻ്റെ തെക്കേ നടയുടെ ആ ഒരു സൈഡിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. ഇനി ഗുരുവായൂർ പോകുന്നവരാരും ഈ ഒരു കട മിസ് ചെയ്യരുത് കേട്ടോ. അത്രത്തോളം ടേസ്റ്റിയാണ് ഇവിടുത്തെ.